നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 8/8/2026 ശനിയാഴ്ച രാവിലെ റബ്ബർ വിലയിൽ ഫീൽഡ് ലാറ്റക്സ് നല്ല രീതിയിൽ കുതിക്കുകയാണ് ഓരോ ദിവസവും. ഇനി വിശദമായി ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 284, RSS 5 കിലോ 281, ISN 256, ലാറ്റക്സ് 60% DRS 200 രൂപ 75 പൈസ. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 254, RSS 5 കിലോ 281. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 276, RSS 5 കിലോ 273. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 266 രൂപ 66 പൈസ, RSS 5 കിലോ 266 രൂപ 22 പൈസ. ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 274, ലോട്ട് കിലോ 255 മുതൽ 260 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 191, 60% DRC ഒട്ടുപാൽ കിലോ 141 രൂപ 25 പൈസ. ഈ കേരളത്തിലെ വ്യാപാരിയിലോ കോട്ടയം RSS 4 കിലോ 276, RSS 5 കിലോ 273, ISN 246 രൂപ 50 പൈസ മുതൽ 247 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 173 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് 287, ഫാക്ടറി വില 297. ഇതിൽ 2 രൂപയാണ് ഫീൽഡ് ലാറ്റക്സിൽ കൂടിയിരിക്കുന്നത്. വിശദമായി നോക്കുമ്പോൾ 25% DRC 200 ലിറ്റർ ബാരലിന് 14,350, 30% DRC 200 ലിറ്റർ ബാരലിന് 17,220, 35% DRC 200 ലിറ്റർ ബാരലിന് 20,090 രൂപ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 281 രൂപ 50 പൈസ, RSS 4 281, RSS 5 276, ലോട്ട് കിലോ 256. അവിടെ ഒട്ടുപാൽ 173. ഇതാണ് കർണാടക വില. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,740, ഒരു പവന് 1,09,920. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 15 രൂപ, ഒരു പവൻ്റെ മുകളിൽ 120 രൂപയാണ് കൂടിയത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തിന് കിലോ 75, പച്ചത്തേങ്ങ 50 മുതൽ 60, വെളിച്ചെണ്ണ ലിറ്റർ 360, അടയ്ക്ക പുതിയത് 360, അടയ്ക്ക പഴയത് 360, കൊപ്ര എടുത്തപടി 166, കാഞ്ഞിരക്കുരു 1850, ജാതിക്ക തൊണ്ടോട് കൂടി 300, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പ് 940, പിണ്ണാക്ക സ്പെലർ 37, റോട്ടറി 38, അൺഗാർബിൾഡ് കിലോ കുരുമുളക് 697, ഗാർബിൾഡ് കിലോ 715, പുതിയ കുരുമുളക് 685, ചുക്ക് വെസ്റ്റ് 360, മഞ്ഞൾ സേലം 200. ഇപ്പോൾ മഞ്ഞൾ നല്ല വിലയാണ്. കാര്യം ഇപ്പോൾ ഒരുപാട് മഞ്ഞൾ കൃഷി നശിച്ചു പോയി. ഇഞ്ചി ഉൾപ്പെടെ നശിച്ചിരിക്കുകയാണ് കനത്ത മഴയിലൊക്കെ. ഇനി പൈനാപ്പിൾ പഴം 53, കാപ്പിക്കുരു കിൻഡൽ 38,000 ആണ്. എന്തായാലും മുമ്പൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കൈകളിലെത്തുന്ന ക്ഷേമനിധി ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് കാത്തിരിക്കേണ്ടെന്നാണ് പറയുന്നത്. നിലവിൽ സഹകരണ സംഘങ്ങൾ മുഖേന വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയാണുള്ളത്. വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുകകൾ സമയബന്ധിതമായി തിരിച്ചടയ്ക്കുന്നതിന് കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലുകളിലെ പൊരുത്തക്കേടുകളിൽ അർഹതയില്ലാത്തവർക്കോ ഒരേ വ്യക്തിക്ക് ഒന്നിലധികം തവണയോ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ DBT നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കാത്തത് മൂലം കേന്ദ്ര ധനസഹായമടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. പൂർണ്ണമായി കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കൾക്കൊഴികെ മറ്റെല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ അക്കൗണ്ട് ഹോൾഡേഴ്സിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. അവർ യഥാസമയം പണമെടുത്ത് കൊടുക്കുമോ എന്നുള്ള ഒരു ആശങ്കയും ഉണ്ട് ഇതിനകത്ത്. എന്തായാലും എല്ലാം നന്നായി വരട്ടെ എന്ന് ആശംസിക്കുക. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.